ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ അവസാനത്തെ 5 എപ്പിസോഡുകളാണ് ഈ പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 2017 ജോണിയെ ആയിരിക്കും. അവൻ്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ സങ്കടങ്ങളെല്ലാം തുറന്നു പറയും. ഇതൊക്കെ മിഗ്വേലിനെ കാണുന്നതിനും ട്രെയിൻ ചെയ്യിക്കുന്നതിനും മുമ്പുള്ളതായിരിക്കും. സ്വയം തോൽവിയാണെന്ന് കരുതി ഫുൾ ടൈം കുടിച്ചോണ്ട് നടക്കുന്ന ജോണിയായിരിക്കും കാണിക്കുന്നത്. ശേഷം പ്രസൻറ്റ് കാലം കാണിക്കുന്നു. അവൻ്റെ കുഞ്ഞിനോട് ഏറെ കാലം കൊണ്ട് എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരിക്കുകയാണ്, ഇത് ഞാൻ വിട്ടുകളയില്ലെന്ന് പറയും. ശേഷം ജോണി ഡാനിയലിനൊപ്പവും ചോസൻ്റെ ഒപ്പവും അവൻ്റെ ട്രെയിനിങ് തുടരും. അതിനിടയിലും വൂൾഫിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തത് അവന് ഓർമ്മ വരും. ഇതുകൊണ്ട് അവൻ ഭയങ്കര അഗ്രസീവായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഡാനിയൽ അവനോട് നീ ഇന്നലെ ഉറങ്ങിയോ? ഒരു സെൻസേക്ക് അവൻ്റെ സ്റ്റുഡൻറ്റിനെ കണ്ടാൽ മനസ്സിലാവും. ഇതെന്താ പെട്ടെന്നൊരു വെപ്രാളം? വൂൾഫ് അവന് എന്നേക്കാളും പ്രായം കുറവാണ്, സ്ട്രോങ് ആണ്, എന്നെ അത്രയും ശക്തിക്ക് വേറെ ആരും അടിച്ചിട്ടില്ല. എന്നിട്ട് ഡാനിയൽ നന്നായിട്ട് തന്നെ ജോണിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ മത്സരം നടക്കുന്ന ദിവസം വന്നെത്തും. അവിടുന്ന് റോബിയുടെയും ടോറിയുടെയും ഓട്ടോഗ്രാഫൊക്കെ പിള്ളേർ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. ആ സമയം ഒരു ലേഡി വന്ന് മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് അവസരങ്ങൾക്കായി തിരഞ്ഞെടുത്ത ഒരു കൂട്ടം അത്ലറ്റുകളെ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളും ഇതിൻ്റെ ഭാഗമാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊരു ജോബ് ഓഫറാണോ? അല്ല, നിങ്ങളുടെ കരിയർ ഓഫറാണ്. അതവർക്ക് 2 പേർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ശേഷം മറ്റേ 2 പേര് ആര് ഹോസ്റ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ തർക്കിച്ചല്ലോ, അയാൾ മറ്റേയാൾക്ക് തന്നെ അത് വിട്ടുകൊടുക്കുന്നു ആ അവസരം. ശേഷം ഡെമിട്രിയുടെ അടുത്തേക്ക് യാസ്മിൻ വരും. ഇവൻ അന്ന് വേറെ പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തപ്പോഴായിരിക്കും ഇവൾ അവനെ അവസാനമായി കാണുന്നത്. അവൻ നീ എല്ലാം ക്ഷമിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ ക്ഷമിച്ചെന്ന് പറഞ്ഞ് റൊമാൻറ്റിക് ആവും. നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി വേണമെന്ന് പറയുമ്പോൾ ഫൈറ്റ് ഇപ്പോൾ തുടങ്ങും, അത് മിസ്സാവില്ലേ? അതൊന്നും മിസ്സാവില്ലെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കാൻ സമയമായി. എല്ലാവരും അതിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മത്സരത്തിൽ വെറും 3 പോയിന്റ്സ് മാത്രം നേടിയാൽ തന്നെ വിജയിയാവും. ആദ്യം തന്നെ അയൺ ഡ്രാഗൺസിലെ സെൻസേ വൂൾഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ടെറി സിൽവറിനെ കാണാത്തതുകൊണ്ട് അയാൾ എവിടെയാണെന്ന് വൂൾഫ് ചോദിക്കുന്നുണ്ട്. ശേഷം 2 ടൈം ഓൾ വാലി ചാമ്പ്യനായ കോബ്ര കൈയിലെ ജോണി ലോറൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്താണ് ആദ്യമായി ഡാനിയൽ ബ്ലാക്ക് ഗീ ഇട്ട് കാണുന്നത്. ഒപ്പം അവരുടെ എല്ലാ സ്റ്റുഡൻസും ഉണ്ടാകും. അങ്ങനെ 2 പേരും മാറ്റിൽ എത്തിച്ചേരും. അവിടെയുള്ള ആളുകളെയൊക്കെ കണ്ട് ജോണിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. ഡാനിയൽ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറയും. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കാൻ പോവുകയാണ്. ഫൈറ്റ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര ടഫായി വരും ജോണിക്ക്. ആദ്യത്തെ അടി ജോണിക്ക് കിട്ടി വൂൾഫിന് ഒരു പോയിന്റ് കിട്ടുകയാണ്. ഇത് കണ്ട ഡാനിയൽ എന്തോ കുഴപ്പമുണ്ട്, അവനെ ഞാനിങ്ങനെ മുമ്പ് കണ്ടിട്ടില്ല, ഒരുമാതിരി പേടി പോലെ അല്ലേ എന്ന് ചോസൻ ചോദിക്കും. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ആരംഭിക്കും. ആ ഫൈറ്റിൽ ജോണിയുടെ തലയുടെ പിൻഭാഗത്തേക്ക് ചവിട്ട് കിട്ടും. അതൊരു ഇല്ലീഗൽ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് പോയിന്റ്സ് ഒന്നും കിട്ടില്ല. എന്നിട്ടുള്ള ഫൈറ്റിലും അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ജോണിക്ക് പറ്റുന്നുണ്ടാവില്ല. വീണ്ടും ഇല്ലീഗലായി അടിക്കുമ്പോൾ റഫറി ഇത് ലാസ്റ്റ് വാർണിംഗ് ആണെന്ന് പറയും. ഈ സമയം ജോണിയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നത് കണ്ട റഫറി ബ്രേക്ക് വിളിച്ച് ജോണിയെ പറഞ്ഞയക്കുന്നു. അവർ നിനക്കെന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അവൻ ഭയങ്കര ഫാസ്റ്റാണ്, അതുപോലെ സ്ട്രോങ്ങും. ഡാനിയൽ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അതൊന്നും ഒരു കാരണമല്ല നീ ജയിക്കാതിരിക്കാൻ, നീ നിൻ്റെ ബെസ്റ്റ് പുറത്തെടുക്ക്. അങ്ങനെ വീണ്ടും കളത്തിലിറങ്ങും. ആ ഫൈറ്റ് തുടങ്ങിയപ്പോഴേക്കും ജോണിക്ക് ഒരു അടി കിട്ടി വൂൾഫിന് സെക്കൻഡ് പോയിന്റ് കിട്ടുന്നു. ഒരു പോയിന്റ് കൂടെ കിട്ടിയാൽ അവന് വിജയിക്കാം. അങ്ങനെ അടുത്ത റൗണ്ട് തുടങ്ങാൻ നേരം ഡാനിയൽ ഒന്നുകൂടെ ബ്രേക്ക് വിളിക്കും. ഡാനിയൽ അടുത്തു വന്ന് നീ ഏത് ഡോജോക്ക് വേണ്ടി കളിക്കുന്നത്? കോബ്ര കൈ എന്ന് പറയും. തോൽവി നിൻ്റെ ഡോജോയിൽ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പേടി നിൻ്റെ ഡോജോയിലുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്കുറപ്പാണ് വേദനയും നിൻ്റെ ഡോജോയിൽ ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് ഇതുപോലെ മന്ദബുദ്ധിയായി അഭിനയിക്കുന്നത് നിർത്തുമെന്ന് പറയും. അവിടെ പോയി അവനെ അടിച്ചു കയറ്റി ഭിത്തിയിലൊട്ടിക്കാൻ പറയും. ശരിക്കും ജോണി സംസാരിക്കുന്ന പോലെയായിരിക്കും ഡാനിയൽ ആ നേരം സംസാരിക്കുന്നത്. അങ്ങനെ ഫൈറ്റ് വീണ്ടും ആരംഭിക്കുന്നു. ആ അടിയിൽ ഫസ്റ്റ് പോയിന്റ് ജോണി നേടുന്നു. പിന്നീടുള്ള അടിയിൽ ജോണിയുടെ വാരിയലിനിട്ട് തന്നെ വൂൾഫ് കൊടുക്കുന്നു. അതിന് വൂൾഫിന് പോയിന്റ്സ് കിട്ടില്ല. പക്ഷെ പിന്നീടുള്ള അടിയിൽ ജോണി തന്നെ സ്കോർ ചെയ്യുകയാണ്. അങ്ങനെ 2-2 സമനിലയിലായിരിക്കും പോയിന്റ്സ്. ലാസ്റ്റ് ഒരു പോയിന്റ് ആര് നേടുവോ അവർ വിജയി. ഡാനിയൽ ആ സമയം ഒന്നുകൂടെ ബ്രേക്ക് വിളിക്കും. റഫറി ഇത് നിങ്ങളുടെ അവസാന ബ്രേക്കാണെന്ന് പറയും. ഡാനിയൽ മിയാഗി ഡോയിൽ പഠിപ്പിച്ചതുപോലെ ബാലൻസ് എന്താണെന്ന് മറന്നുപോകരുത് എന്ന് പറഞ്ഞു കൊടുക്കും.
അങ്ങനെ അവസാന മത്സരം ആരംഭിക്കും. വുൾഫ് ഇത് ഒറ്റയടിക്ക് തീർക്കാം എന്ന മൈൻഡിലായിരിക്കും ഉള്ളത്. ജോണിക്ക് അന്ന് നഷ്ടപ്പെട്ട വിജയം അവനിൽ നിന്ന് തിരിച്ചു പിടിക്കും എന്ന രീതിക്ക് മറ്റവരെ നോക്കും. അങ്ങനെ ഫൈറ്റിൽ രണ്ടാളും കട്ടക്ക്. അവസാനം ജോണിയുടെ അടിയിൽ വൂൾഫ് വീഴുന്നതോടെ ജോണി ചാമ്പ്യൻ ആവുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. എല്ലാവരും ജോണിയെ വന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെ പൂരവും വെടിക്കെട്ടും കഴിഞ്ഞിട്ടായിരിക്കും പരിപാടിക്ക് പോയ ഡെമിട്രിയും യാസ്മിനും അവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞോ? നമ്മൾ ജയിച്ചേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. അങ്ങനെ വൂൾഫ് ഒരു വണക്കം വെച്ച് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവർ ഈ വിജയം ശരിക്കും ആഘോഷിക്കുന്നു. അവൻ്റെ സ്റ്റുഡൻസ് തന്നെ അവനെ പൊക്കിയെടുക്കും. എല്ലാവരും ജോണിക്കായി അന്ന് കൈയടിക്കും. അമാൻഡ ഡാനിയലിനോട് നൈസ് വർക്ക് സെൻസേ, നിങ്ങൾ എപ്പോഴും ഒരു നല്ല സെൻസേ ആയിരുന്നു എന്ന് പറയും. ശേഷം വിന്നേഴ്സായ കോബ്രക്കയുടെ ട്രോഫി റെപ്രസെൻ്റ് ചെയ്യുന്ന ചടങ്ങായിരിക്കും. സക്കായ് ടെക്കയുടെ ട്രോഫി ജോണിയും ഡാനിയലും ചേർന്ന് ഒരുമിച്ച് പൊക്കുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവരുടെ സന്തോഷമായ ലൈഫാണ് കാണിക്കുന്നത്. ജോണി കാർമെന് ഒരു സർപ്രൈസായി വാടക വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലേക്ക് മാറുകയാണ്. ഹോക്കും ഡെമിട്രിയും അവരുടെ പരിപാടികളായി അവർ കാലിഫോർണിയയിലേക്ക് പോകുന്നു. റോബിയും ടോറിയും കരാട്ടെ കൊണ്ട് മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് ഒക്കെ ചെയ്ത് ഹാപ്പിയായി പോകുന്നു. മാസ്റ്റർ കിം ആണെങ്കിൽ ഇപ്പോൾ അവരുടേതായ രീതിക്ക് ആ ഡോജോ നല്ല രീതിക്ക് നോക്കി നടത്തുന്നുണ്ടാവും. ആ സമയം അവിടേക്ക് ചോസൻ വരും. ഓൾറെഡി ഇവർ തമ്മിലൊരു ഇഷ്ടത്തിലായിരിക്കുമല്ലോ. അവരുടെ ഈ വിജയം പല മാഗസിനിലും വന്നിട്ടുണ്ടാകും. ശേഷം ജോണി അവൻ്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് ചെല്ലും. കുറച്ച് പൂക്കളും അവരുടെ ഫാമിലി ഫോട്ടോയും അവിടെ വെച്ച് അവൻ പോകും. ശേഷം സാം ഒക്കിനാവയിലേക്ക് പോകാനായി നിൽക്കുകയാണ്. അമാൻഡ വളരെ ഇമോഷണലായി നിൽക്കുകയായിരിക്കും. ആൻ്റണി, നീ വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷേ ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യും എന്ന് പറയുന്നു. അവളും ഞാനും. വളരെ സങ്കടത്തോടെ ആയിരിക്കും ഡാനിയലും അമാൻഡയും അവളെ യാത്രയാക്കുന്നത്. അങ്ങനെ പോകാൻ നേരം അവിടേക്ക് മിഗുവലെത്തും. നീ എന്താ ഇവിടെ? ഞാനും ഒക്കിനാവയിലേക്കാണ്. അപ്പോൾ നീ സ്റ്റാൻഫോർഡിലേക്ക് പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. അവിടുന്ന് മിഗുവൽ കൊടുത്ത ആ ഓക്ടോബസിൻ്റെ മാല അവൾ ഇട്ടതായി കാണിച്ചു കൊടുക്കും. ശേഷം പഴയ പോലെ കോബ്രക്കായ് ഡോജോയിൽ ഇപ്പോൾ വൻ തിരക്കായിരിക്കും. സ്റ്റിംഗ് റേ പുറത്തു വന്ന് മാക്സിമം കപ്പാസിറ്റി ആയെന്ന് പറയും. ആ നേരം അവൻ്റെ അമ്മ വിളിച്ച് ഇവിടെ തുണി ഉണക്കാനുണ്ട്, നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പറയും. അമ്മമാർ നമ്മുടെ ശത്രുവല്ല, ഞാൻ വരുന്നവരേക്കും 100 ജമ്പിങ് ജാക്സ് ചെയ്യുമെന്ന് പറയും. അത് കേട്ട് അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ പറയുന്നത് അവരനുസരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. ജോണി തന്നെയായിരിക്കും ആ ഡോജോ നോക്കി നടത്തുന്നത്. അതുപോലെ മിയാഗി ഡോയും ഈ കുട്ടികൾ പരിശീലിക്കും. ജോണി സ്ട്രൈക്ക് ഫസ്റ്റ് എന്ന് വെച്ചാൽ അഗ്രസീവ് ആവാൻ, സ്ട്രൈക്ക് ഹാർഡ് നിങ്ങളുടെ മാക്സിമം കൊടുക്കാൻ, നോ മേഴ്സി അതിൻ്റെ അർത്ഥം ഉള്ളിൽ നന്മ വേണം, പക്ഷെ ഒരു പാവത്താനാവാതിരിക്കുക. ഒരുപാട് നല്ലവനായാൽ ഈ ലോകം നമ്മളെ തട്ടിക്കളിക്കും. ഒരു കണ്ണട വെച്ച പെണ്ണിനോട് ഈ കണ്ണടക്ക് പകരം വേറെ വല്ല നല്ല കോണ്ടാക്ട് ലെൻസ് ഉള്ളത് ഇട്ട് വന്നാൽ മതി, ഈ കണ്ണട ഈ ഡോജോയിൽ കണ്ടുപോകരുതെന്ന് പറയുന്നു. അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കും. ഇപ്പോഴായിരിക്കും പഴയ ജോണി തിരിച്ചു വന്നത്. വേൾഡ് ചാമ്പ്യനായ മിഗ്വൽ ഡയസ് ഇവിടേക്ക് ആദ്യമായി വരുമ്പോൾ ഒരു പാവം ചെക്കനായിരുന്നു, ഇവൻ്റെ പോലെ. കോബ്രക്കായ് അവനെ ആണൊരുത്തനാക്കി മാറ്റി. നിങ്ങൾ എത്ര തോൽവിയാണെന്നൊന്നും ഇപ്പോൾ നോക്കണ്ട, അവനെപ്പോലെ ഒരു ചാമ്പ്യനാവാൻ നിങ്ങൾക്കും സമയമെടുക്കും, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ യെസ് സെൻസേ എന്ന് പറയുന്നു. ശേഷം ജോണിയും ഡാനിയലും കഫേയിലിരിക്കുന്നു. ഡാനിയൽ, ഞാൻ ആലോചിക്കായിരുന്നു ആൻ്റണി കോബ്രക്കായിലേക്ക് വരട്ടെ എന്ന്, അതാവുമ്പോൾ അറ്റാക്കിങ് കുറച്ചുകൂടെ മെച്ചപ്പെടും. ജോണി അതുപോലെ ഡേവോണിന് മിയാഗിഡോ ആണിപ്പോൾ ആവശ്യം, ഡിഫൻസാണ് അവൾക്ക് കൂടുതൽ വേണ്ടതും. ജോണി, ഇതെനിക്ക് വന്നൊരു മെയിലാണ്, ഡോജോൻ്റെ ടാക്സ് അടക്കാൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അത് നീ തന്നെ അടക്കണം, നിൻ്റെ ഡോജോ ആകുമ്പോൾ നീ തന്നെ അടക്കണ്ടേ? ഓക്കെ എന്നാൽ ഞാൻ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു. ആ സമയം ഒരു ഈച്ച അവൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടാവും. പണ്ട് മിയാഗി അതിനെ പിടിക്കാൻ നോക്കിയതൊക്കെ അവന് ഓർമ്മ വരും. ഒരാൾക്ക് ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു ഈച്ചയെ പിടിക്കാമെങ്കിൽ അവന് എന്തും ലൈഫിൽ നടത്തിയെടുക്കാൻ പറ്റുമെന്ന് അയാളെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഡാനിയൽ ഒരു ഈച്ചയെ പിടിക്കുമ്പോൾ അതൊരു തുടക്കക്കാരൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇന്ന് ഡാനിയൽ ആ ഈച്ചയെ ചോപ്സ്റ്റിക്ക് വെച്ച് പിടിക്കാനായി നോക്കും. ഡാനിയൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പിടിക്കാൻ നേരം പെട്ടെന്ന് ഈച്ചയെ ഒരൊറ്റ അടി, ഇത്രയേ ഉള്ളൂ, നോ മേഴ്സി എന്ന് പറയുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ കോബ്രക്കായ് ജേണി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ കോബ്രക്കായ്ക്ക് തന്ന സപ്പോർട്ടാണ് എവിടെയും വരെ എത്തിച്ചത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.